പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിലെത്തിയതോടെ തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ച തന്നെ തുടങ്ങിയിരിക്കുകയാണ്. പണ്ടൊക്കെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ കാണുമ്പോൾ അവിടുത്തെ ജനങ്ങൾ വലിയ ഭയത്തോടെയാണ് നിന്നിരുന്നു എങ്കിൽ ഇപ്പോൾ തൃണമൂൽ നേതാക്കളെ കണ്ടാൽ തന്നെ ജനങ്ങൾ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് ബംഗാളിൽ കാണുന്നത്. ഇനി തന്നെ ഒരു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. അതായത് ഒരു തൃണമൂൽ നേതാവ് പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് എത്തി ഗുണ്ടാപിരിവ് നടത്തി. പക്ഷേ ഗുണ്ടാപിരിവ് നൽകുന്നതിന് പകരം ജനങ്ങൾ മറ്റൊരു സമ്മാനം ആ തൃണമൂൽ നേതാവിന് നൽകി. അതായത് 3-4 കിലോമീറ്ററോളം ആ തൃണമൂൽ നേതാവിനെ അടിച്ചോടിക്കുന്ന രീതി, അതായത് ചൂലുകൊണ്ടും കല്ലുകൾ കൊണ്ടൊക്കെ എറിഞ്ഞും ചൂലുകൊണ്ടൊക്കെ അടിച്ചോടിക്കുന്ന രീതി. സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഒക്കെ ഒരു ദൈവദാക്ഷിണ്യവും കൂടാതെ അവന്മാരെ ചവിട്ടി കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാനം ഷർട്ടുകളൊക്കെ വലിച്ചു കീറി നഗ്നനായി റോഡിൽ കൂടെ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇനി തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ ഇനിയൊരു ഉദയം ഇല്ല. തൃണമൂൽ കോൺഗ്രസ് മെയ് 4 പശ്ചിമ ബംഗാളിൽ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇതോടുകൂടി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്. അതായത് പുതിയ ബംഗാളാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്. പുതിയൊരു ബംഗാളിൻ്റെ ഒരു ഉദയമാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മെയ് 4 ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ RSS പോഷക സംഘടനകളായ ABVP-യുടെയും BMS-ന്റെയും പേര് ദുരുപയോഗം ചെയ്യുന്നതായി വ്യാപകമായ പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വയം ABVP BMS പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന തൃണമൂൽ പ്രവർത്തകർക്കെതിരെ സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പേരുകളിൽ ഇനി മുതൽ അറിയപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാകണം നേതാക്കൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകാൻ നിൽക്കുന്നതും അതോടൊപ്പം തന്നെ ഞാൻ ABVP-കാരനാണ്, ഞാൻ RSS-കാരനാണ്, ഞാൻ BMS-കാരനാണ് എന്നൊക്കെ ഓരോ തൃണമൂൽ നേതാക്കളും പറയുന്നത്. ഇതുവരെ 17 പരാതികൾ പോലീസിന് നൽകിയതായി ABVP-യുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾക്ക് BJP-യുടെ സംഘടനകളിലേക്ക് വരണമെങ്കിൽ ഔദ്യോഗികമായി തന്നെ അവർക്ക് പാർട്ടി ഓഫീസിലേക്ക് വരാം, മെമ്പർഷിപ്പ് എടുക്കാം, അങ്ങനെ ചേരാം. അല്ലാതെ വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ABVP-യുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇപ്പോൾ പറയുന്നത്. സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ ഗ്രൂപ്പുകളെ കണ്ടെത്താൻ സംസ്ഥാനം വ്യാപകമായി നിരീക്ഷണം തുടരുകയാണെന്ന് ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യാഴാഴ്ച ABVP പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ABVP-യുടെ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ഗവർണർ RN രവിക്ക് നിവേദനം നൽകിയ സംഭവം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൃണമൂലിന്റെ വിദ്യാർത്ഥി സംഘടനയായ TMC-യുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും ബൽദ്വാർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമാണ് പേരിലുമായി വ്യാജ ലെറ്റർ ഹെഡിൽ നിവേദനം നൽകിയത്. മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം TMC-യുടെ നിരവധി വിദ്യാർത്ഥി യൂണിയനുകൾ സമൂഹ മാധ്യമങ്ങളിൽ പേര് മാറ്റി ABVP-യുടെ പേര് ഉപയോഗിക്കാൻ തുടങ്ങി. നേരത്തെ TMC എന്നറിയപ്പെടുന്ന, അതായത് TMCP എന്നറിയപ്പെടുന്ന പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ തങ്ങളുടെ പേര് ഉപയോഗിക്കുന്നുവെന്നാണ് ABVP സംസ്ഥാന സെക്രട്ടറി നീലകണ്ഠ ഭട്ടാചാര്യയെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഞങ്ങളുടെ പേര് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഇത് അധികകാലം തുടരാനാകില്ല എന്നും എല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞങ്ങൾക്ക് യൂണിറ്റുകളുണ്ടെന്നും ABVP-യിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സംഘടനാ നേതാക്കളെ നേരിട്ട് ബന്ധപ്പെടണമെന്നാണ് നീലകണ്ഠ ഭട്ടാചാര്യ വ്യക്തമാക്കുന്നത്. BMS-ലും സമാനമായ സാഹചര്യം തന്നെയാണ്. മറ്റു ട്രേഡ് യൂണിയനുകളുമായി ബന്ധമുണ്ടായിരുന്നവരോ ഒരു തൊഴിലാളി സംഘടനയുമായി ബന്ധമില്ലാത്തവരോ ആണ് പെട്ടെന്ന് BMS പ്രവർത്തകരെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരുന്നത്. ഓട്ടോറിക്ഷ, ബാറ്ററി റിക്ഷ തൊഴിലാളികളുടെ ചെറിയ യൂണിയനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനാണ് BJP നേരിട്ട് പ്രവേശനം ലഭിക്കാത്ത തൃണമൂൽ പ്രവർത്തകർ BMS അംഗത്വം അവകാശപ്പെടുന്നതെന്ന ആരോപണമുണ്ട്. അടുത്തിടെ BMS-ന്റെ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയവരെ തിരിച്ചറിഞ്ഞ് പ്രാദേശികമായി സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതായും മുതിർന്ന BMS നേതാവ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ABVP-യും BMS-ഉം ഇതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടൊരു വാർണിംഗ് നൽകുന്നുണ്ട്. നിങ്ങൾ ഇക്കാര്യം ചെയ്യരുത്, നിങ്ങൾക്ക് BMS-ലോ അല്ലെങ്കിൽ ABVP-യിലോ അംഗത്വം എടുക്കണമെങ്കിൽ പ്രോപ്പർ ചാനലോടുകൂടി നിങ്ങൾ നേരിട്ട് വരിക, വന്ന് ഓഫീസിൽ വന്ന് അംഗത്വം എടുക്കുക, അല്ലാതെ BMS-കാരനാണ് അല്ലെങ്കിൽ ABVP-കാരനാണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കരുത്. അങ്ങനെ ഉന്നയിച്ചാൽ പോലീസിൽ പരാതി നൽകും. ഇതോടുകൂടി 17 പരാതികൾ ABVP-യും BMS-ഉം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകും എന്നാണ് RSS പറയുന്നത്.